അഞ്ജലിയോടൊപ്പം ഇയാളെ തന്നെയാണല്ലോ പലയിടത്തും വെച്ച് കണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ എന്താണ് ഇത്ര രഹസ്യം പറയാൻ? അഞ്ജലിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒരുപക്ഷെ ഇയാൾക്കറിയാമായിരിക്കൂ. എന്തായാലും ഇന്ന് ഇതിന്റെ രഹസ്യം കണ്ടെത്താതെ വെറുതെ വിടാൻ പറ്റില്ല. പണ്ടേ പ്രതീക്ഷിച്ചത് ഇങ്ങനൊരു സന്ദർഭം. ഇയാളോട് അഞ്ജലി എന്തു പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടില്ലെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എന്താ വേണ്ടത്? നിങ്ങളെന്തിനാ എൻ്റെ വഴി തടഞ്ഞു നിൽക്കുന്നത്? ആരാ നിങ്ങൾ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശോ? മനസ്സിലായില്ല. പലപ്പോഴായി ഞാൻ കണ്ടിരുന്നു. പലയിടത്തും വെച്ചും ഒളിച്ചും പാത്ത് എൻ്റെ ഭാര്യ അഞ്ജലിയെ നിങ്ങൾ കാണുകയും സംസാരിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. അഞ്ജലിയുടെ ഭർത്താവാണ് ഞാൻ. അതാണ് നേരിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചത്. അഞ്ജലിയുടെ ഭർത്താവോ? എന്ന് വെച്ചാൽ രാധയാണ് തൻ്റെ യഥാർത്ഥ പേരെന്ന് ഇയാളുടെ രാധ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായിരിക്കും അതിനർത്ഥം? ഇനി അഞ്ജലി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ താങ്കൾക്ക്? വേണ്ട. എങ്കിൽ പറ, എന്തിനാ അഞ്ജലിയെ കാണാൻ വരുന്നേ? എന്തിനാ നിങ്ങൾ അവളോട് രഹസ്യമായി സംസാരിക്കുന്നേ? എന്ത് രഹസ്യമാ നിങ്ങളും അഞ്ജലിയും മറ്റാരോടും വെളിപ്പെടുത്താതെ രഹസ്യമായി സൂക്ഷിക്കുന്നേ? പറ, കേക്കട്ടെ. ഇതുവരെ രാധ അവളെക്കുറിച്ചുള്ള ഒരു കാര്യവും ഇയാളോട് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. സ്വന്തം പേര് പോലും മറച്ചു വെച്ചിരിക്കുകയാണ് അവൾ. അതിനർത്ഥം ഞാനായിട്ടൊന്നും പറയണ്ടെന്നാണ്. യെസ്, രാധ പറയാത്ത ഒരു കാര്യങ്ങളും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട കാര്യമില്ല. പറയരുത് ഞാൻ. ഹലോ, നിങ്ങളെന്താ മറുപടി പറയാത്തെ? ഞാൻ ചോദിച്ചൊന്നും നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണോ അതോ മറുപടി പറയാൻ വയ്യാഞ്ഞിട്ടാണോ ഈ സൈലൻസ്? സോറി, നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അഞ്ജലി നിങ്ങൾക്ക് കാണാമെങ്കിൽ സംസാരിക്കാമെങ്കിൽ എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം. അവളുടെ ഭർത്താവാണ് ഞാൻ. അവൾക്ക് വേണ്ടി ഈ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവനാ. സോറി മിസ്റ്റർ, നമ്മൾ രണ്ടുപേരും ജീവിക്കുന്നത് ഒരു പൊതുസമൂഹത്തിലാണ്. നിങ്ങളുടെ ഭാര്യയെ ഞാൻ കണ്ടു എന്നതും സംസാരിച്ചു എന്നതും സത്യം. പക്ഷേ ഈ ഒരു നിമിഷം വരെ ഞാൻ അവരോട് അനാവശ്യം പറഞ്ഞുവെന്നോ അനാദരവ് കാണിച്ചെന്നോ അവർ നിങ്ങളോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏത് ഗ്രൗണ്ടിലാണ് നിങ്ങളെന്നെ തടയുന്നതെന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും മാന്യമായ രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാണെന്നും എന്താണ് നമ്മൾ സംസാരിച്ചതെന്നും നിങ്ങൾ സ്വന്തം ഭാര്യയോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നാലാംകിട സംശയാലുവായ ഒരു ഭർത്താവ് എന്ന കിരീടം നിങ്ങൾക്ക് ചുമക്കേണ്ടി വരും. നിങ്ങളെ കണ്ടിട്ട് ആളൊരു ഡീസൻ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയോട് ഈ ചോദ്യങ്ങൾ ചോദിക്കും. അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ വരുന്ന ധനുമാസത്തിലെ പൗർണമി നാളിൽ രാധ തൃപ്പങ്ങോട്ടേക്ക് തിരിച്ചു വന്നേ പറ്റൂ. പ്രപിതാമഹന്മാരുടെ ആത്മാക്കളെയും തൃപ്പങ്ങോട്ട് ജനതയെയും സാക്ഷിയാക്കി അവിടുത്തെ അംശാധികാരം ഏറ്റെടുക്കണം. പൂർണ്ണവും പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തി ദേവീനടയിലെ തിരുവുത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കണം. മല്ലിജി,
എന്താ വലിയച്ചി ഒരു പേടി കിട്ടി നടുങ്ങിയതുപോലെ? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാ അങ്ങനെയുണ്ട്. വെറുതെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് വലിയച്ചി ആലോചിച്ച് നിൽക്കില്ലല്ലോ. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി എനിക്ക്. വേണുവക്കീലിനെ കണ്ടതിനെ കുറിച്ചാണോ വലിയച്ചി ആലോചിച്ച് കൂട്ടുന്നത്? അത് അത് നീ എങ്ങനെ കണ്ടു? പകലേ ഞാനത് കണ്ടിരുന്നതാ. പിന്നെ ട്രിപ്പങ്ങോട്ട് എന്തെങ്കിലും കാര്യമേ പറയാനുണ്ടാകുമെന്ന് തീർച്ചയുള്ളതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചില്ല. പറ വലിയച്ചി, എന്തിനാ വേണൂട്ടാ കാണാൻ വന്നത്? പറ, എന്തെങ്കിലും കുഴപ്പമാണോ അവിടെ? കുഴപ്പമാണോ എന്ന് ചോദിച്ചാ പ്രത്യക്ഷത്തിലല്ല, പക്ഷേ അതിൽ വലിയൊരു കുഴപ്പമുണ്ട്. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. അത് തൃപ്പങ്ങോട്ട് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പൗർണമി ഉത്സവത്തിന് അങ്ങോട്ട് ചെല്ലണമെന്നാ വേണുവേട്ടൻ പറയുന്നത്. ഞാൻ തന്നെ പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തണമെന്നും നിർബന്ധം പറയുന്നു. എന്നിട്ട് ചേച്ചി എന്ത് തീരുമാനിച്ചു? തൃപ്പങ്ങോട്ടേക്ക് പോകണമെന്നാണോ വേണ്ടെന്നാണോ? ഞാൻ എങ്ങനെ അവിടെ ചെല്ലും മോളെ? ഇപ്പോഴും പകയുള്ള പാമ്പ് പോലെ മേഘനാഥൻ ജീവിച്ചിരിക്കുന്ന മണ്ണാ അത്. അവിടേക്ക് എന്ത് പേരും എന്ത് മുഖവും വെച്ച് ചെല്ലും ഞാൻ. ഇത്രയും നാൾ ഒളിച്ച് ജീവിച്ചത് എന്തിനാണെന്ന് നിനക്കും അറിയാത്തതൊന്നും അല്ലല്ലോ, ആണോ? അറിയാം, സമ്മതിക്കുന്നു. പക്ഷേ ഉടവാൾ പൂജ നടത്തുക എന്ന് പറയുമ്പോ അത് തൃപ്പങ്ങോട്ടെ പെൺമക്കൾ തന്നെ ചെയ്യേണ്ടതല്ലേ? സുഭദ്രേച്ചി പോയി, ഇനി രാധചേച്ചി തന്നെയല്ലേ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. നമ്മൾ മക്കളിൽ ആർക്കെങ്കിലും അല്ലാതെ മറ്റാർക്കെങ്കിലും ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നുവെച്ചാ കുഞ്ഞോൾ എന്താ ഈ പറയുന്നേ? ഞാൻ വീണ്ടും തൃപ്പങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലണമെന്നാണോ? മേഘനാഥൻ തൃപ്പങ്ങോട്ടുണ്ടെന്നതാണ് വലിയച്ചയുടെ ഭയം. യഥാർത്ഥത്തിൽ അയാൾ ഈ നാട്ടിലാ ഉള്ളത്. നാഥൻ സാർ എന്ന പേരിൽ ശരിക്കും ഈ മണ്ണിലാണ് വലിയച്ചി സുരക്ഷിതയല്ലാത്തത്. പറ മോളെ, എന്താ നിന്റെ മനസ്സില്? തുറന്നു പറ നീ. ചേച്ചി തൃപ്പങ്ങോട്ടേക്ക് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. പോയാൽ മാത്രം പോരാ, പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തുകയും വേണം, പാരമ്പര്യ രീതിയിൽ തന്നെ. കാരണം നമ്മൾ എല്ലാവരും ഭയക്കുന്ന മേഘനാഥൻ ഇപ്പൊ തൃപ്പങ്ങോട്ടില്ല, ഉള്ളത് ഈ നാട്ടിലാ. ഈ നാട്ടിലോ? ഈ നാട്ടിലെവിടെ? നീ കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടെങ്കിൽ എപ്പോ? ഡീ, ചോദിച്ചത് കേട്ടില്ലേ നീ? മേഘനാഥൻ തൃപ്പങ്ങോട്ടില്ലെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന്? പറ കുഞ്ഞോളെ. അന്ന് അമ്പലത്തിൽ കണ്ടതല്ലാതെ പിന്നീട് എപ്പോഴെങ്കിലും നീ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച്? തുറന്നു പറയ്, കേൾക്കട്ടെ ഞാൻ. തൊട്ടു തൊട്ടില്ല എന്ന മട്ടില് വല്യേച്ചി കാണാതെ പോയ നാഥൻ സാറാണ് മേഘനാഥൻ എന്ന് തുറന്നു പറയണോ ഇപ്പോ? പലവട്ടം ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് പറയണോ? പറ മോളെ, നീ മേഘനാഥനെ വീണ്ടും കണ്ടിട്ടുണ്ടോ? എന്താ ഈ ആലോചിക്കുന്നത്? കണ്ടെങ്കിൽ തുറന്നു പറ നീ. ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ ഓർത്തു നീ വീണ്ടും അയാളെ. അന്ന് അമ്പലത്തിൽ വെച്ച് വലിയച്ചി കണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് അയാൾ ഇവിടെ തന്നെ ഇപ്പോഴും കാണുന്നാ. അപ്പൊ പിന്നെ എന്തുകൊണ്ടും വലിയച്ചി തൃപ്പങ്ങോട്ടേക്ക് പോകുന്നതല്ലേ നല്ലത്. വലിയച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്നൂന്നറിഞ്ഞ അയാള് വരും മോളെ. മുറിവേറ്റ മൃഗത്തിന്റെ രക്തഗന്ധമേറ്റ് വേട്ടനായെ പോലെ അയാള് വരും, എനിക്കുറപ്പാ. അഞ്ജലി, നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്രസാദേട്ടനെ അറിയണ്ട, നീ പൊയ്ക്കോ. ഗുഡ് നൈറ്റ് പ്രസാദേട്ടാ. ഗുഡ് നൈറ്റ്. എന്തായിരുന്നു രണ്ടാളും കൂടി ഒരു സംസാരം? ഏയ് ഒന്നുമില്ല പ്രസാദേട്ടാ. ഓ, അപ്പൊ ഇതും രഹസ്യമാണ്, ഞാനതറിഞ്ഞില്ല. ഇത്രയും നാളും ഈ വീടിന്റെ ചുമരുകൾക്ക് പുറത്തായിരുന്നു എന്നെ അറിയിക്കാത്ത തന്റെ രഹസ്യ സൂക്ഷിപ്പുകൾ.
ഇപ്പതാ ഇവിടെ കുടുംബത്തിന്റെ അകത്തും തുടങ്ങിയല്ലേ? സോറി, ഞാൻ എന്തു പറഞ്ഞാലും പ്രസാദേട്ടനെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ആ വിഷയം വിടാം പ്രസാദേട്ടാ. മനസ്സുകൊണ്ട് അടുപ്പം തോന്നണമെങ്കിൽ തുറന്ന് സംസാരിക്കുക തന്നെ വേണം അഞ്ജലി. രഹസ്യങ്ങൾ എപ്പോഴും ഭാരങ്ങളാ, അത് നമ്മളെ ശ്വാസം മുട്ടിക്കുകയുള്ളൂ. എന്നാൽ പരാതി ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ മറുപടി കിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തൽക്കാലം ചോദിക്കുന്നില്ലെന്ന് മാത്രം. ഉറക്കം വരുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് പൂർണ്ണ മനസ്സോടെ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യുന്നത്, നിന്റെ ആത്മാവിന് വേണ്ടി. കഴിഞ്ഞ ഒരു വർഷവും നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയാതിരുന്ന എല്ലാം ഞാൻ ഇന്ന് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. നാക്കിലയിൽ എള്ളും ചന്ദനവും പൂവും ചേർത്ത് നിനക്ക് ഞാൻ ഉരുള ഉരുട്ടി. വിധിപ്രകാരം നിന്റെ ജന്മപാപങ്ങളെയും കർമ്മപാപങ്ങളെയും പരിഹരിച്ച് ശ്രാദ്ധം മൂട്ടി. ഈ ദേശത്തിലെ ജനങ്ങൾക്കെല്ലാം അന്നദാനവും മൂട്ടി. ഇനി ഒരിക്കലും നിനക്ക് ആത്മശാന്തിയില്ലാതെ അലയേണ്ടി വരില്ല സുഭദ്രേ, ഒരിക്കലും അലയേണ്ടി വരില്ല. നിനക്ക് ഞാൻ വാക്ക് തന്നതുപോലെ നിന്റെ മോക്ഷത്തിന്റെ വാതിൽ ഞാൻ തുറന്നു വെച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഭയവുമില്ല. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ ഊഴമാണ്. രാധയെ എനിക്ക് തരാനുള്ള നിന്റെ ഊഴം. സത്യം പറഞ്ഞ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ രാധയെ ചോദിക്കുന്നത്, എൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കൂടിയാ. ഇവിടെ പക്ഷേ നമ്മുടെ മകൻ എവിടെ? എനിക്ക് അവനെപ്പറ്റി ഒരു ഊഹവുമില്ല. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് അവൻ നിനക്ക് ബലിതർപ്പണം നടത്തിയോ? അതും അറിയില്ല. ചിലപ്പോൾ ചെയ്തിരിക്കും. രാധ നിനക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാതിരിക്കും. അവള് ചെയ്തിരിക്കുമെന്ന് ഉറപ്പാ. പക്ഷേ നാളെ എൻ്റെ ജീവിതം തീർന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ ആരുണ്ട്? ആരുമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഇനിയെങ്കിലും രാധയിലേക്കുള്ള ഈ ദൂരം നീ ഒന്ന് കുറച്ച് തരണം. എൻ്റെ മകനെ എത്രയും വേഗം എനിക്ക് എൻ്റെ അടുത്ത് വേണം. അതിനുവേണ്ടി ഈ മേഘനാഥൻ എന്തും ചെയ്യാൻ റെഡിയാണ്. എന്തും. നിനക്കറിയാലോ, ഞാനൊരു യുദ്ധസന്നദ്ധനായ പടയാളിയെപ്പോലെ നിന്റെ മുന്നിൽ എന്നും നിന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ വെറുമൊരച്ഛനാ. എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ പുത്രനെ കാത്തിരിക്കുന്ന വെറുമൊരു അച്ഛൻ മാത്രം. നടന്നത് തന്നെ. ഏതായാലും ഈ കണ്ട കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. കരിമ്പാറ പോലെ വരണ്ടുണങ്ങി ഉറച്ച നിന്റെ ഈ മനസ്സിൽ നിന്ന് ഗദ്ഗതങ്ങൾ, കണ്ണുകളിൽ കണ്ണുനീർ. കഷ്ടം തന്നെ. എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മകനെ ഓർത്തിട്ടാ. അതിലെനിക്ക് ഒരു കുറച്ചിലുമില്ല. ഓ, അപ്പൊ ഒരു മകന്റെ വില എന്താന്ന് അറിയാം നിനക്കല്ലേ? അങ്ങനെയെങ്കിൽ വഴി പിഴച്ചുപോയ മകനെ ഓർത്തുള്ള അമ്മയുടെ ദുഃഖവും നിനക്ക് മനസ്സിലാവണമല്ലോ. ഈ മകൻ സ്വയം വഴിപിഴച്ചതല്ല, അമ്മ തന്നെ വിഷം കുത്തിവെച്ച് വഴി പിഴപ്പിച്ചതാ. അതുകൊണ്ടാ ആ അമ്മയുടെ കപട ദുഃഖത്തിന് ഞാൻ വില തരാത്തത്. നീ ഇനി എന്ത് ന്യായം പറഞ്ഞാലും ഇപ്പൊ എനിക്ക് തൃപ്തിയാ തോന്നുന്നത്. പെറ്റമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പോലും വിഷമമില്ലാത്തവൻ
നഷ്ടപ്പെട്ടു പോയ സ്വന്തം മകനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടല്ലോ. എനിക്ക് സന്തോഷായി. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ മേഘ, ഒരിക്കലും നിന്റെ മകനെ നിനക്ക് തിരിച്ചു കിട്ടില്ല. ഒരിക്കലും. കാരണം സുഭദ്ര ഒരിക്കലും രാധയെ നിനക്ക് കിട്ടാൻ സമ്മതിക്കില്ല. അതെനിക്ക് ഉറപ്പാ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല, സുഭദ്ര തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചോ. ഏതൊരു ജീവിക്കും സ്വന്തം ജീവനോളം വലുതല്ല മറ്റൊന്നും. സുഭദ്രയുടെ ജീവൻ എടുത്തവനാ നീ. ആ പക നീ നാക്കിലേലെ എള്ളും പൂവും കൂട്ടി ചോറുരുള നീട്ടിയാലൊന്നും തീരില്ല. കുരുതി നടത്തണം. കുരുതി. എന്താ അത് നടത്താൻ പറ്റുമോ നിന്നെക്കൊണ്ട്? സ്വന്തം കൊലയാളിയുടെ രക്തം സുഭദ്രയുടെ കാൽച്ചുവട്ടിൽ വീഴ്ചാലേ അവൾ പ്രസാദിക്കൂ. പറ്റുമോ നിന്നെക്കൊണ്ട്? പറ മേഘനാഥ, പറ്റുമോ നിന്നെക്കൊണ്ട്? നീയാ സുഭദ്രയുടെ കൊലയാളി. നിന്റെ കഴുത്തറുത്ത് അവളുടെ മുൻപിൽ രക്തബലി അർപ്പിക്കാൻ നീ തയ്യാറാണോ? സ്വന്തം തലയെറുത്ത് ഈ ചിത്രത്തിന് കീഴിൽ വയ്ക്കാൻ? എങ്കിലേ നിനക്ക് രാധയെ കിട്ടൂ, നിന്റെ മകനെ കിട്ടൂ. അല്ലാതെ നീ ചെയ്ത ബലിയൊക്കെ വെറുതെയാ, വെറും വേസ്റ്റ്. സോറി ഭവാനിയമ്മേ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. സുഭദ്രയുടെ മരണം നടന്നെങ്കിലേ അതിന്റെ പ്രധാന കാരണം ഞാനായിരുന്നില്ല. ഞാൻ വെറും ഒരായുധം മാത്രമായിരുന്നില്ലേ, മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം പോലെ. മനസ്സിലായില്ല. എന്നെ വെറും ചക്രായുധമാക്കി മാറ്റി സുഭദ്രയെ ഇല്ലാതാക്കിയ മാസ്റ്റർ ബ്രെയിൻ നിങ്ങളുടേതായിരുന്നു. എന്റെ കല്യാണം ഉൾപ്പെടെ. അതുകൊണ്ട് തന്റെ കൊലയാളിയുടെ രക്തം മാത്രമേ സുഭദ്രയെ പ്രസാദിപ്പിക്കുകയുള്ളൂ എങ്കിൽ, രാധയെ എനിക്ക് കിട്ടുകയുള്ളൂ എങ്കിൽ ആ കർമ്മം ചെയ്യാനും ഞാൻ തയ്യാറാ. ഈ കഴുത്തറുത്ത് ഈ ചിത്രത്തിന് മുന്നിൽ വയ്ക്കാൻ. വെറും വാക്ക് പറയുകയല്ല മേഘൻ, പറയുന്നത് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ എന്റെയും രാധയുടെയും വിവാഹത്തിന്റെ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാൻ തൽക്കാലം പ്രാർത്ഥിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഈ മേഘനാഥൻ പറഞ്ഞത് നാളെ ഈ മേഘനാഥൻ ചെയ്തിരിക്കും. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത്ര തന്നെ. ആരതി, ആരതി, നീ ഇവിടെ നിൽക്കായിരുന്നോ? എന്താ എനിക്കിവിടെ നിന്നൂടെ? കൺഗ്രാറ്റ്സ്. നിലത്ത് നിർത്താൻ. എന്തായാലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മുരളി എന്താ ഈ ചെയ്യുന്നേ? ഗുഡ് ന്യൂസ് ആണെങ്കിൽ ഞങ്ങളോടും കൂടി പറ, എല്ലാവർക്കും സന്തോഷിക്കാലോ. അതെ, എന്താന്ന് പറയടാ ഗുഡ് ന്യൂസ്? ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാ ഇതിലും വലിയ സന്തോഷമുള്ള വേറൊരു വാർത്ത ഇനി വരാനില്ല. അത്രയ്ക്ക് വലിയൊരു ഗുഡ് ന്യൂസാ. കാര്യം പറയാനുള്ളേ. നോക്കിയേ, കഴിഞ്ഞ തവണ എഴുതിയ എക്സാമിന് ആരതിക്ക് 3ാം റാങ്ക് കിട്ടിയിരിക്കുന്നു. നോക്കട്ടെ. ഇങ്ങ് കാണിച്ചേ, ഞങ്ങളൊന്ന് നോക്കട്ടെ. സൂപ്പർ. കൺഗ്രാറ്റ്സ് കുഞ്ഞേച്ചി. കൺഗ്രാറ്റ്സ് ഏട്ടത്തി. കലക്കി തീർത്തു.
ഇത് ആഘോഷിക്കാനേ ഞാൻ കുറെ മധുരം കൊണ്ടുവരാം. മിടുമിടുക്കിയോ നീ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാ. തകർന്നു പോണമെങ്കിൽ അപ്പോഴേ ആകാറുന്നല്ലോ. പക്ഷെ നീ പിടിച്ചു നിന്നു, എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തു. ചേച്ചിക്ക് സന്തോഷമായി മോളെ, നീ സൂപ്പറാ. കൺഗ്രാറ്റ്സ് ആരതി. കഷ്ടപ്പാടിന് എന്നായാലും റിസൾട്ട് കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഹാർഡ് വർക്ക് പേസ് എന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്നത് ഇതിനെയാ. ഇതെന്റെ മാത്രം കഷ്ടപ്പാടല്ലെന്ന് എനിക്ക് ശരിക്കും അറിയാം പ്രസാദേട്ടാ. ഫീസ് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാതെ തലയ്ക്ക് ചൂട് പിടിച്ച് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. വായിൽ വന്നത് മുന്നോ പിന്നോ നോക്കാതെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും എനിക്ക് വേണ്ടി അധ്വാനിച്ചതും എന്നെ ചേർത്ത് പിടിച്ചതും ആരാ? ദാ ഈ നിൽക്കുന്നവരാ. അത് മറന്നാ ഞാനല്ലാതായി പോവും. പ്രത്യേകിച്ചും എന്റെ ഈ ചേച്ചിയമ്മേ. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് അവിവേകങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം എന്റെ വിവരക്കേടാ. അതൊന്നും മനസ്സിൽ വെക്കരുത് പ്ലീസ്. എന്തൊക്കെയാടി നീ പറയുന്നേ? അതൊക്കെ എന്നേ നമ്മൾ മറന്നില്ലേ?